ആ ടോപ്പിൽ ഈ അടപ്പ് തുറന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചോറിടുകയാണ് ചെയ്യേണ്ടത്. ഇടുമ്പോൾ ഇതിൽ പ്ലാസ്റ്റിക്, പേപ്പർ അങ്ങനെയുള്ളതൊന്നും ഇടുന്നത് ഒഴിവാക്കുക. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇട്ടേക്കുന്നതിൽ ആരോ ഒരാൾ ഇന്ന് ഇതിലിത് പ്ലാസ്റ്റിക് ഇട്ടു. ഇതിലിങ്ങനെ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ കടലാസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വൈകുന്നേരം പിന്നെ ഈ സ്റ്റാഫ് ഈ പറയണ വേസ്റ്റ് മുഴുവനും എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരാൾ ചോറ് പൊതിയോടുകൂടി കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുത്ത് മാറ്റുവാണ്. കാരണം ഇതിവിടെ ഇടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ ഇത് പ്രവർത്തിക്കുന്നതല്ല. ഒരു പൊതി ചോറ് മുഴുവനായിട്ട് കൊണ്ടുവന്നിട്ട് കളഞ്ഞിരിക്കുക. എത്രയോ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാവോ, അല്ലെങ്കിൽ വിശപ്പായിട്ട് ഇരിക്കണ്ടെന്നറിയാവോ. ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇത് വീട്ടിൽ നിന്ന് പൊതിച്ചോറായിട്ട് കൊണ്ടുവന്നതാണ്. എല്ലാവരും ഫുഡ് വേസ്റ്റ് എല്ലാം ഇട്ടതിന് ശേഷം വൈകുന്നേരങ്ങളിൽ ജീവനക്കാർ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ആദ്യം നിങ്ങളിട്ട ഈ ചോറെല്ലാം ലെവൽ ചെയ്ത് നല്ല കറക്റ്റ് ചെയ്തിടും. അതിന് ശേഷം അതിലേക്ക് ഇനോക്കുലം ഇടും. ഇത് ചകിരിച്ചോറും അതുപോലെ തന്നെ മറ്റ് വസ്തുക്കളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മിശ്രിതമാണ്. ഇതിൻ്റെ മേളിൽ കൃത്യമായ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിലെ ജലാംശം കുറയ്ക്കാനും അതുപോലെ തന്നെ ഇത് വളമാക്കി മാറ്റുവാനും കഴിയും. അപ്പോൾ ഈ ഒരു പ്രവൃത്തിയിൽ നമ്മുടെ കോളേജിലെ മുഴുവൻ കുട്ടികളും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ അധ്യാപകരും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമാണ് നമുക്കിത് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ഒരു സഹായ സഹകരണങ്ങൾ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.